ഇക്കഴിഞ്ഞ ഫെബ്രുവരി 9 തിയേറ്ററുകളിലേക്ക് എത്തിയ മോളിവുഡിലെ ഏറ്റവും പുതിയ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണല്ലോ അനീഷ് പിൻ കണ്ടെത്തും. 90കളുടെ കാലഘട്ടത്തിലെ കഥയുമായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ ടൊവിനോ നായകനെ എത്തിയ അനീഷ് പിൻ കണ്ടെത്തും എന്ന സിനിമയുടെ 3-ാം ദിവസത്തെ കേരള ട്രാക്കിംഗ്, കേരള വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് കണക്കുകളെല്ലാം തന്നെ പതിവ് പോലെ പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം ഇന്നലെ ശനിയാഴ്ച ദിവസത്തേക്കാൾ കൂടുതൽ കേരള ട്രാക്കിംഗ് ആണ് ഇന്ന് ഞായറാഴ്ച സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഇന്നലെ ഇതേ സമയം ടൊവിനോ സിനിമ കേരളത്തിൽ നിന്നും 75 ലക്ഷത്തിൽ പരമായിരുന്നു കേരള ട്രാക്കിംഗ് കളക്ഷനായിട്ട് നേടിയെടുത്തതെങ്കിൽ ഇന്നത് 99 ലക്ഷത്തിൽ പരമാണ്. അപ്പോൾ ഇന്നലെ മാത്രം ഏകദേശം 1,56 ലക്ഷത്തോളം കേരള ഗ്രോസ് നേടിയെടുത്ത സിനിമയ്ക്ക് ഇന്ന് 2 കോടി ഒരുപക്ഷെ ടച്ച് ചെയ്യാൻ കഴിഞ്ഞേക്കുമെന്നാണ് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ആകെ 2 ദിവസങ്ങൾ കൊണ്ട് 2,81 ലക്ഷത്തിലേക്ക് എത്തപ്പെട്ട സിനിമ ഇന്നത്തെ 3-ാം ദിവസത്തെ സിനിമയുടെ കേരള കളക്ഷനോടെ 4.5 കോടിക്കും 5 കോടിക്കും ഇടയിൽ ഗ്രോസ് കളക്ഷൻ നേടിയെടുക്കുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. ഒരു ടൊവിനോ തോമസ് സിനിമ, അതിലുപരി ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ, പോസിറ്റീവ് അഭിപ്രായങ്ങൾ ലഭ്യമായ സിനിമ എന്ന നിലയിൽ നോക്കുകയാണെങ്കിൽ അതൊരു മികച്ച തുടക്കം, മികച്ച കളക്ഷൻ എന്ന് പറയാം. എന്നാൽ ഇതേ ടൊവിനോ തോമസ് സിനിമയോടൊപ്പം ക്ലാഷ് റിലീസായിട്ട് എത്തിയ മറ്റൊരു സിനിമയായ പ്രേമലുവിന്റെ കഴിഞ്ഞ വീഡിയോയിലെ കളക്ഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ അനീഷ് പിൻ കണ്ടെത്തും എന്ന സിനിമയുടെ കളക്ഷൻ കുറവ് തന്നെയാണ്. ഒപ്പം തന്നെ സിനിമയ്ക്ക് ഇന്ന് കൂടുതൽ സ്ക്രീനുകൾ ലഭ്യമായിട്ടുണ്ട് എന്നത് കൂടി പ്രത്യേകം എടുത്ത് പറയട്ടെ. വേൾഡ് വൈഡ് കൃത്യമായ ഫിഗേഴ്സ് നിലവിൽ ലഭ്യമല്ല. 8-10 കോടി റേഞ്ചില 3 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നു. യഥാർത്ഥ കളക്ഷൻ ഫിഗേഴ്സ് നാളെ തിങ്കളാഴ്ച വൈകിട്ടോടെ പുറത്തു വരുന്നതാണ്. അപ്പോൾ അതുകൂടി അറിയാനായിട്ട് കാത്തിരിക്കൂ. അനീഷ് പിൻ കണ്ടെത്തും എന്ന സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.